നമ്മളിതാ ഇന്ന് ഇക്കാൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നോമ്പ് തുറക്കാൻ പോകുകയെന്ന് കേട്ടോ. അവർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഡ്രസ്സ് വലിച്ചിട്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. പോകുന്ന വഴിക്കുണ്ടല്ലോ ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിന് ഒരു അറബിക് ടച്ച് അബായ വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റിംഗ് ടൈമിലാണ് കേട്ടോ നോക്കുന്നത്. മൊബൈലിൽ ചെറുതായിട്ടൊന്ന് തല തിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മദീന സായിദിൽ ലോഞ്ചിൻ അബായ ഷോപ്പിലാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അബായാസ് ഒരു അറബിക് ടച്ച് ഉള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഖലീഫ സിറ്റിയിൽ ഒരു പാർക്കിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു പാർക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അവിടെ ഉണ്ടല്ലോ മറ്റുള്ള പാർക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടാ. അതായത് കുറേ സംഭവങ്ങളുണ്ട്. കുട്ടികളുടെ സ്ലൈഡും കാര്യങ്ങളൊക്കെ കുറവാണെന്നുണ്ടെങ്കിലും മറ്റുള്ള പല കാര്യങ്ങളും എന്താ പറയുക ഒരുപാട് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ എവിടെയും കാണാത്ത എന്താ പറയുക ഒരു നാച്ചുറൽ ലുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തിയപ്പോഴത്തന്നെ എന്താ പറയുക ബാങ്ക് കൊടുക്കാൻ 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഞാനതൊക്കെ ഷൂട്ട് ചെയ്തപ്പോഴേക്കും ബാങ്ക് കൊടുത്തപ്പോൾ ഇവിടെ ഓരോരുത്തർ എന്താ പറയുക ഭയങ്കര ചാമ്പൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കയറി എൻ്റെ ഒരു അറ്റാക്കും കൂടെ ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തുകൊണ്ട് തന്നെ ആരും അങ്ങനെ സംസാരിക്കാൻ നിൽക്കാണ്ട് ഫസ്റ്റിനെ നോമ്പ് തുറന്നിട്ടായിരുന്നു ബാക്കിയുള്ള കത്തിയടിയല്ല. നമ്മൾ വന്നപ്പോഴേക്കും ഇക്കാൻ്റെ ഫ്രണ്ടും വൈഫും എല്ലാം കൂടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊരിക്കടികളും ഫ്രൂട്ട്സും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൊരിക്കടി എന്നാണ് പറയുക. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിലുണ്ടല്ലോ ആരോ ഞാൻ പൊരിക്കടി എന്ന് പറഞ്ഞപ്പോൾ അതിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ എന്താ പറയുകയെന്ന് അറിയില്ല. പിന്നെ അവിടുത്തെ എന്താ പറയുക പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കോഫിയാണ് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ വാങ്ങിയിട്ട് പിന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ എന്താ പറയുക ലേഡീസിന് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നിസ്കരിക്കാനും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് അടിക്കാൻ തുടങ്ങി. ചിക്കൻ മന്തി ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു, മജ്ബൂസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴല്ലോ സത്യം പറഞ്ഞ ഓർമ്മ വരുന്നത് നാട്ടിൽ നമ്മൾ കല്യാണത്തിനും വിരുന്നിനൊക്കെ പോയിട്ട് എല്ലാവരും കൂടിയിട്ട് കഴിക്കില്ലേ, ഇവിടെ ഇതൊക്കെയാണ് കേട്ടോ രസം. എല്ലാവരും കൂടി പുറത്ത് ഇതുപോലെയൊക്കെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് കഴിക്കുന്നത് അതൊക്കെ എന്താ പറയുക ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി നിൽക്കുന്നതെന്നുള്ളത്. പക്ഷേ എന്താ പറയുക കെട്ടിയൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണ്ടേ, അത്ര തന്നെ ഉള്ളൂ. ഇതാ ഹനീസക്കാൻ്റെ നീനുവിൻ്റെ കുറച്ച് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ 2 പ്രായം തികയാത്ത മക്കൾ ഊഞ്ഞാലാട്ടമുണ്ട്. പിന്നെ ഇതാ മക്കളുടെ പരിപാടിയും കാര്യങ്ങളും അങ്ങനെ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് പോയപ്പോൾ സമയം 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.